ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2026 റെയിൽവേയിൽ നടക്കാൻ പോകുന്ന എക്സാംസിൻ്റെ കലണ്ടർ അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം നേരത്തെ 2024 നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു 2024 അവർ നോട്ടിഫിക്കേഷൻസ് അനൗൺസ് ചെയ്തത്. അതിനുശേഷം 2025 പറഞ്ഞിരുന്നു ഇനി വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ആനുവൽ കലണ്ടർ നമ്മൾ SSC എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്യുകയും അതിനനുസരിച്ച് എക്സാംസ് കണ്ടക്ട് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. അപ്പം 2025 ആനുവൽ കലണ്ടർ വന്നിരുന്നു. അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2026 ആനുവൽ കലണ്ടർ അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം 2026 കൈനിറയ അവസരങ്ങളുമായിട്ടാണ് റെയിൽവേ വരുന്നത്. അപ്പം റെയിൽവേ എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കലണ്ടറിലെ പ്രധാനപ്പെട്ട ഡേറ്റ്സ്, അതായത് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ ടൈമിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കലണ്ടറിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ആണ്. അത് പീരീഡ് കൊടുത്തിരിക്കുന്നത് ജാനുവരി മാർച്ച് ആണ്. അത് വേക്കൻസീസ് 30/6/2027 വരെയുള്ള വേക്കൻസീസ് ആയിരിക്കും. അതേപോലെ അതിന്റെ പ്രപ്പോസൽ ഓഫ് ഡ്രാഫ്റ്റ് വരുന്നത് ഫെബ്രുവരി 2026 അപ്പോൾ നമുക്കറിയാം 2025 ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പോൾ അതിന്റെ എക്സാമിനായിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ എക്സാം കഴിയുന്നതോടുകൂടി തന്നെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസും വരികയാണ്. അപ്പം നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ടെക്നീഷ്യന്റെ ആണ്. അത് ഏപ്രിൽ ജൂൺ ആണ് പീരീഡ് കൊടുത്തിരിക്കുന്നത്. അത് മാർച്ച് 2026 അതിന്റെ പ്രപ്പോസൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷൻസും ഉണ്ട്. അത് ഏപ്രിൽ 2026 അതിന്റെ ഡ്രാഫ്റ്റ് വരും. അതേപോലെ നെക്സ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ ആണ്. ജൂനിയർ എഞ്ചിനീയറിന്റെ ഉണ്ട്. അതേപോലെ പാരാമെഡിക്കൽ കാറ്റഗറീസ്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും അത് ഓഗസ്റ്റ് 2026 അതിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ മിനിസ്റ്റീരിയൽ ഐസൊലേറ്റഡ് കാറ്റഗറീസ്, അതേപോലെ ലെവൽ 1 പോസ്റ്റ് അത് സെപ്റ്റംബർ 2026, ഒക്ടോബർ 2026 എന്നിങ്ങനെയാണ് പ്രപ്പോസൽ ഓഫ് ഡ്രാഫ്റ്റ് വരുന്നത്. അപ്പോൾ 2025 വന്നതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസും 2026 വരികയാണ്. അപ്പം റെയിൽവേ എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പം നല്ലൊരു അവസരം തന്നെയാണിത്. കാരണം നമ്മൾ 2025 ഇപ്പം ALPക്ക് അപ്ലൈ ചെയ്തവരുണ്ടാവും, NTPCക്ക് അപ്ലൈ ചെയ്തവരുണ്ടാവും, JEക്ക് അപ്ലൈ ചെയ്തവരുണ്ടാവും, സെക്ഷൻ കൺട്രോളറിന് അപ്ലൈ ചെയ്തവരുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുകയാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് 2025 ആ എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചില്ല, ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് അത് ടഫായി എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉടൻ തന്നെ അടുത്തൊരു ചാൻസ് വരികയാണ്. നിങ്ങൾക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ അതിൻ്റെ എക്സാംസ് വീണ്ടും വരികയാണ്. അപ്പം ഇത് നല്ലൊരു അവസരം തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ എക്സാംസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ റെയിൽവേ എക്സാമിനെ കുറിച്ച് അറിയാത്തവർക്ക്, അതായത് റെയിൽവേ എക്സാമിനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ നല്ല സമയം തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. റെയിൽവേയിൽ ഒരുപാട് അവസരങ്ങൾ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക്, BTech കഴിഞ്ഞവർക്ക്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അങ്ങനെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും റെയിൽവേയിൽ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. NTPC പോലുള്ള എക്സാംസിനൊക്കെ നമുക്ക് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. നമ്മുടെ ഓഫ്ലൈൻ ലൊക്കേഷൻ വരുന്നത് അടൂരാണ്. അതേപോലെ JEE, ALP തുടങ്ങിയ NTPC എല്ലാത്തിനും തന്നെ നമ്മൾ ഓൺലൈൻ ബാച്ചസും ഉണ്ട്. അപ്പം JEEക്കായാലും എല്ലാ കാറ്റഗറീസ്, അതായത് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ എല്ലാ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ എല്ലാ സ്ട്രീമിലേക്കും ഉള്ള CBT 1-ന്റെയും CBT 2-ന്റെയും കോച്ചിങ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ JEE അതേപോലെ ALP, NTPC കോഴ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.